ഇന്ന് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ രാജവംശത്തിൻ്റെയും ആദ്യകാല രാജാക്കന്മാരുടെയും ചരിത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് കേരള ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗത്തിൽ കേരളത്തിലെ ആദ്യകാല മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസ് കേരള ഉൽപ്പത്തി എഴുത്തച്ഛൻ എഴുതിയതാണ്. മറ്റൊന്ന് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, പി ശങ്കുണ്ണി മേനോനാണ് അത് രചിച്ചത്. ഇതിന് പുറമെ സമീപകാലങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില പ്രബന്ധങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ഈ ചരിത്രം എഴുത്തച്ഛൻ രചിച്ച കേരള ഉൽപ്പത്തിയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ആ കാലഘട്ടത്തിൽ ലഭ്യമായിരുന്ന പുരാണങ്ങളുടെയും ഉപപുരാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഇതിൽ അതിശയോക്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം ഏറ്റവും നൂതനമായിട്ടുള്ള പഠനങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചരിത്രങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. കേരളോൽപ്പത്തി അനുസരിച്ച് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കേരളം നിൽക്കുന്ന ഈ ഭൂപ്രദേശത്ത് 64 ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബ്രാഹ്മണന്മാർ ഭരിക്കുന്ന, അവർക്ക് ശക്തി ഉണ്ടായിരുന്ന ഗ്രാമങ്ങൾ. പക്ഷേ അവർക്ക് ഭരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലീസിങ് ഉണ്ടായിരുന്നില്ല, പട്ടാളക്കാരുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ്. ഓരോ ഗ്രാമങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് ആ ഗ്രാമത്തിലെ എല്ലാം തലവന്മാർ ചേർന്ന് ഒരു കോൺഗ്രസ് നടത്തുകയാണ്. ആ മീറ്റിങ്ങിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് 4 ഡിവിഷനുകളായിട്ട് ഈ ഗ്രാമങ്ങളെ തരംതിരിക്കുക എന്നുള്ളത്. അതായത് ഓരോ ഡിവിഷനിലും നിരവധി ഗ്രാമങ്ങൾ വരുന്നതാണ്. ആ ഡിവിഷന് ഒന്നിച്ച് ഒരു രാജ്യം പോലെ, രാജ്യം എന്നുള്ള ഒരു സങ്കല്പമൊന്നുമില്ല, എന്നാലും ഒരു വലിയ പ്രദേശം പോലെ ഭരിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 4 കലകങ്ങൾ അല്ലെങ്കിൽ 4 ഡിവിഷനുകൾ ഈ കാലഘട്ടത്തിൽ വരുന്നു. അതിനുശേഷം കുറേയധികം വർഷങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ഭരണനിർവഹണം കടന്നു പോകുന്നത്. എന്നാൽ പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഓരോ കലകത്തിലും ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, ഒരുപാട് ഗ്രാമത്തലവന്മാരുണ്ട്. അവർ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകളാണ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ആശയമല്ല ഉണ്ടായിരിക്കുന്നത്. അത് അവസാനിപ്പിക്കാനായിട്ട് വീണ്ടും ഒരു യോഗം കൂടുകയാണ്. ആ യോഗത്തിൽ വന്ന ഒരു ആശയമാണ് ഓരോ കലകത്തിനും ഒരു ഉയർന്ന സ്ഥാനപതിയെ കൊണ്ടുവരിക എന്നുള്ളത്. ആ സ്ഥാനപതിയുടെ പേരാണ് രക്ഷാപുംഷൻ. രക്ഷാപുംഷൻ ഓരോ കലകത്തിനും ഉണ്ടായിരിക്കുന്നതാണ്. അവരായിരിക്കും അവിടെ ഭരിക്കുക. പക്ഷേ അവർക്ക് എക്കാലത്തേക്കും ഭരിക്കാൻ സാധിക്കുന്നതല്ല. അതൊരു രാജ്യഭരണ രീതി തന്നെയല്ല. അവിടെ അവർക്ക് ഭരിക്കാൻ സാധിക്കുന്നത് 3 വർഷത്തേക്ക് മാത്രമാണ്. ആ 3 വർഷം ആ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന മൊത്തം വരുമാനത്തിൻ്റെ 1/6 ആ രക്ഷാപുംഷന് സ്വന്തമാണ്. ബാക്കിയുള്ള 5 ഭാഗങ്ങൾ മാത്രമാണ് മറ്റുള്ളവർക്ക് ലഭ്യമാവുക. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള കറപ്ഷൻ നടക്കുന്നുണ്ട്. കാരണം 3 വർഷത്തേക്ക് മാത്രമാണ് ഒരാൾക്ക് രക്ഷാപുംഷനാകാൻ സാധിക്കുന്നത്. ആ കാലയളവ് കൊണ്ട് അവർ പരമാവധി പണം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അവർ ഒരു കമ്മിറ്റി കൂടുകയാണ്. ആ കമ്മിറ്റിയിലൂടെ അവർക്ക് മറ്റൊരു ആശയം കൂടി ലഭിക്കുന്നു. അതായത് ഈ 4 കലകളും കൂടി ചേർത്തിട്ട് ഒരൊറ്റ പ്രദേശമാക്കി മാറ്റുക. ആ പ്രദേശത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ ഒരാളെ കണ്ടെത്തുക. അങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ആൾക്ക് 12 വർഷക്കാലം അവിടെ ഭരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. വലിയ രീതിയിലുള്ള കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോലീസിങ് അത്യാവശ്യമാണ്. ഈ ഘട്ടത്തിൽ അവിടെ കാര്യമായിട്ട് പോലീസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗ്രാമത്തിലെ പ്രമുഖരായിട്ടുള്ള ബ്രാഹ്മണന്മാർ സേയപുരത്തേക്ക് പോവുകയാണ്. അതായത് ഇന്നത്തെ കോയമ്പത്തൂരേക്ക് പോവുകയാണ്. അവിടെയാണ് ആ കാലഘട്ടത്തിലെ ചേര രാജാവിൻ്റെ ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ കൊട്ടാരം. അവിടെ നേരിട്ട് പോയി ചക്രവർത്തിയോട് തന്നെ അവർ അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടും രാജ്യം ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശം ഭരിക്കാനായിട്ട് ഒരു രാജാവിനെ വിട്ടു നൽകണം. അതുകൊണ്ട് തന്നെ ചേരൻ അല്ലെങ്കിൽ കേരളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രാജാവ് അവർക്ക് വേണ്ടി ഒരു വൈസ്രോയിയെ വിട്ടുകൊടുക്കുകയാണ്. വൈസ്രോയി എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനല്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരൻ്റെ പുത്രനോ ഒക്കെ ആയിരിക്കണം. കൃത്യമായിട്ട് അവരുടെ പേരുകളൊന്നും കേരളോൽപ്പത്തിയിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ അയാൾക്കൊരു സ്ഥാനപ്പേരുണ്ട്. സേയ പെരുമാൾ, ചേരമൻ കേരളൻ,
ചേരമൻ പെരുമാൾ എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഏതാണ്ട് 200 വർഷങ്ങളോളം പെരുമാൾ തന്നെയാണ് കേരളം ഭരിക്കുന്നത്. പല പെരുമാളുമാർ മാറി മാറി വരുന്നുണ്ട്. ചില സമയത്തൊക്കെ ചേര പെരുമാളാണ് ഭരിക്കുന്നത്, ചിലപ്പോൾ ചോഴ പെരുമാളായിരിക്കും, ചിലപ്പോൾ പാണ്ഡ്യ പെരുമാളായിരിക്കും. യുദ്ധത്തിൽ ആര് വിജയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെരുമാൾമാർ മാറിക്കൊണ്ടിരിക്കുന്നത്. ചേരന്മാരും ചോഴന്മാരും അതുപോലെ പാണ്ഡ്യന്മാരും തമ്മിൽ എല്ലായ്പ്പോഴും യുദ്ധങ്ങൾ നടക്കുകയാണ്. ആ യുദ്ധത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രദേശം ലഭ്യമാകും. അങ്ങനെ അവർക്ക് ഒരു വൈസ്രോയിയെ ഇവിടേക്ക് അയക്കാൻ സാധിക്കും. അവരുടെ പേര് പെരുമാൾ എന്ന് തന്നെ ആയിരിക്കും. ഇത് കേരള ഉൽപ്പത്തിയിൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കേരള ഉൽപ്പത്തിയിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതും അതിശയോക്തി കലർന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ചരിത്രകാരന്മാർ തന്നെ എഴുതിയിട്ടുള്ള ചരിത്രത്തിലേക്ക് വരാം. ആ ചരിത്രം അനുസരിച്ച് നമ്മുടെ കേരളക്കരയിൽ ആദ്യമായിട്ട് ഒരു രാജാവ് ഉണ്ടാകുന്നത് 500 BC-യിലാണ്. അതായത് ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുൻപാണ്. ആ രാജവംശം ആരംഭിക്കുന്നത് ഇന്നത്തെ കുട്ടനാട് പ്രദേശത്ത് നിന്നാണ്. ആ രാജാവിൻ്റെ പേര് ഉദയമൻ ചേരലതൻ എന്നാണ്. കുട്ടനാട്ടിലെ കുഴമൂർ ആയിരുന്നു അവരുടെ ആസ്ഥാനം. കുട്ടനാട് നിന്നും ഉത്തരഭാഗത്തേക്കും ദക്ഷിണ ഭാഗത്തേക്കും പട നയിച്ചു പോയി ഈ പ്രദേശം കുറേ കൂടെ വിപുലമാക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു വലിയ പ്രദേശമായി മാറുകയാണ് ഈ രാജവംശം. ഈ കാലഘട്ടത്തിൽ ചേര രാജാക്കന്മാർക്ക് ചില പദവികൾ അല്ലെങ്കിൽ ടൈറ്റിലുകൾ വീണ് കിട്ടുന്നുണ്ട്. വാണവർ, വില്ലവർ, മാലയോർ എന്നൊക്കെ പേരിലാണ് അവർ അറിയപ്പെടുന്നത്. പാണ്ഡ്യന്മാരും ചോഴന്മാർ അല്ലെങ്കിൽ ചോളന്മാരുമായിട്ട് നിരവധി തവണ യുദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധം ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ 2 കക്ഷികൾ ഒന്നു ചേർന്ന് എതിർ കക്ഷിയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. ഈ ഘട്ടത്തിൽ പാണ്ഡ്യന്മാർക്ക് ചേരന്മാരുമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കാൻ സാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ചോഴന്മാരുടെ ആക്രമണങ്ങളെ ഇവർക്ക് 2 പേർക്കും ഒന്നിച്ചു നിന്ന് ചെറുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ചോഴന്മാർ വളരെയധികം ശക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അലയൻസിന് പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല. ആദ്യ രാജാവായിരുന്ന ഉദയൻ ചേരലതൻ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ പരാജയപ്പെടുകയാണ്. ആ പരാജയത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അനാചാരമായിരുന്നു, യുദ്ധത്തിൽ പരാജയപ്പെട്ട് ആ പരാജയത്തിലൂടെ രാജാവ് മരിച്ചില്ല എങ്കിൽ രാജാവിന് ജീവിച്ചിരിക്കാനുള്ള ഒരു അവകാശവുമില്ല, ആത്മഹൂതി ചെയ്യേണ്ടതാണ്. പതിറ്റുപ്പത്ത് അനുസരിച്ച് ഉദയൻ ചേരലതന് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. നെടും ചേരലതനും പാലിയൻ ചേൽക്കുഴി കുട്ടവനും. അക്കൂട്ടത്തിൽ മൂത്ത ആളാണ് നെടും ചേരലതൻ. അതുകൊണ്ട് തന്നെ നെടും ചേരലതനാണ് അടുത്ത രാജാവായിട്ട് മാറുന്നത്. ആ കാലഘട്ടത്തിൽ രാജാവിനുണ്ടായിരുന്ന ഏതാണ്ട് അത്രയും തന്നെ അധികാരം രാജ്ഞിക്കും ലഭ്യമായിരുന്നു. രാജ്ഞിയും പല കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു. അവർ 2 പേരും ഒന്നു ചേർന്നിട്ടാണ് പല കർമ്മങ്ങളിലും ഇടപെടുക. ഈ കാലഘട്ടത്തിൽ നെടും ചേരലതനാണ് രാജ്യത്തെ 4 പ്രവിശ്യകളായിട്ട് തരംതിരിക്കുന്നത്. ഓരോ പ്രവിശ്യയും ഭരിക്കാനായിട്ട് മുഖ്യമന്ത്രിമാരെ ഏൽപ്പിക്കുന്നുണ്ട്. ഓരോ പ്രവിശ്യയുടെയും കീഴിൽ കുറേയധികം ഗ്രാമങ്ങൾ വരുന്നതാണ്. ആ ഗ്രാമങ്ങൾക്കെല്ലാം തന്നെയും ഒരു ഗ്രാമത്തലവനും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ഗ്രാമത്തിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് നേരിട്ട് രാജാവിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കും എത്തിക്കുന്നില്ല. ആ ഗ്രാമങ്ങളിൽ തന്നെ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഈ ഗ്രാമത്തലവനും മറ്റ് വിശിഷ്ട വ്യക്തികളും ഇരിക്കും. അവരുടെ മുൻപിലാണ് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത്. അവരാണ് ഈ പ്രശ്നത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കുക. വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന വേളയിൽ മാത്രമാണ് അത് മുഖ്യമന്ത്രിയിലേക്കും അവിടെ നിന്ന് രാജാവിലേക്കും എത്തിക്കുക. ഈ കാലയളവിൽ രാജാവിന് ഈ ഗ്രാമങ്ങളുടെ മേൽ അത്ര വലിയ ഒരു ആധിപത്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാജാവൊക്കെ തന്നെയാണ്, പക്ഷേ അങ്ങനെ അവരുടെ കാര്യങ്ങൾ വലിയ രീതിയിലൊന്നും ഇടപെടുന്ന സ്വഭാവം രാജാവിന് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരെയും സംരക്ഷിച്ച് നിർത്തുന്ന, യുദ്ധങ്ങളിൽ നിന്നുമൊക്കെ കരകയറ്റുന്ന ഒരു ശക്തിയായിട്ടാണ് രാജാവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഖരം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു രീതിയും ഉണ്ടായിരുന്നില്ല. രാജാവിന് പണം ആവശ്യമുള്ളപ്പോൾ ഓരോ ഗ്രാമത്തലവൻ്റെ കയ്യിൽ നിന്നും ആവശ്യമായിട്ടുള്ള പണം ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ പക്കലുള്ള സ്രോതസ്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ഉള്ള ഒരു കണക്കും ഉണ്ടായിരുന്നില്ല. ഇതേ കാലയളവിൽ തന്നെ റോമാക്കാരുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇവിടുന്ന് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് രത്നങ്ങളും കുരുമുളകുകളുമാണ്. അതിന് പ്രതിഫലമായിട്ട് ലഭ്യമാവുക പലപ്പോഴും സ്വർണ്ണ നാണയങ്ങളായിരിക്കും. നെടും ചേരലതിൻ്റെ കാലഘട്ടത്തിലും ചോഴന്മാരുമായിട്ട് അല്ലെങ്കിൽ ചോളന്മാരുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ തന്നെയാണ് അദ്ദേഹം മരണമടയുന്നതും.
അദ്ദേഹം മരണമടയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകന് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അടുത്ത രാജാവായിട്ട് മാറുന്നത്. അതായത് ഉദയൻ ചേരലതൻ്റെ ഇളയ മകനായിട്ടുള്ള പാലിയൻ ചേൽക്കുഴി കുട്ടവൻ. ചേൽക്കുഴി കുട്ടവൻ പിന്നീട് ഈ രാജ്യത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊങ്ങുനാടും പാലക്കാടും കോയമ്പത്തൂരുമൊക്കെ ഈ ഘട്ടത്തിലാണ് കീഴ്പ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം മുൻപ് മരിച്ച നെടും ചേരലതൻ്റെ മകനായിട്ടുള്ള കലങ്കൽ കണ്ണി നർമുടി ചേരാൾ അധികാരത്തിൽ എത്തിച്ചേരുന്നു. അതിനും ശേഷമാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ചേരൻ ചെങ്കുട്ടവൻ എന്ന ഒരു രാജാവ് അധികാരത്തിൽ വരുന്നത്. ആ രാജാവ് വലിയൊരു യുദ്ധവീരൻ തന്നെയായിരുന്നു. ഒരുപാട് പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ചോളന്മാർ ചേരന്മാരുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം തന്നെയാണ്. പാണ്ഡ്യന്മാർ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ മറ്റൊരു ശക്തി കൂടിയുണ്ട്, അതാണ് കടമ്പന്മാർ. ചോളന്മാരെ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമായിരുന്നില്ല. കാരണം ഒരുപാട് പൊളിറ്റിക്കൽ അലയൻസ് നടന്നിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ചേരൻ ചെങ്കുട്ടവൻ്റെ അമ്മ മണിക്കില്ലി ശരിക്കും പറഞ്ഞാൽ ചോള രാജ്ഞിയാണ്. ചേരൻ ചെങ്കുട്ടവൻ്റെ അച്ഛൻ ആ ചോള രാജ്ഞിയെ വിവാഹം ചെയ്യുകയായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ മാരേജ് ആയിരുന്നു. അതിലൂടെ ചോഴന്മാരുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കാൻ ചേരന്മാർക്ക് സാധ്യമാകുന്നുണ്ട്. പക്ഷേ കടമ്പന്മാരുമായിട്ട് അപ്പോഴും വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്. വലിയ ശത്രുത തന്നെയായിട്ട് അത് മാറുന്നുമുണ്ട്. ഈ കടമ്പന്മാർ പിന്നീട് റോമക്കാരെ കൊണ്ടുവന്ന് ചേരന്മാർക്ക് എതിരെ യുദ്ധം നടത്തുന്നുണ്ട്. ആ യുദ്ധത്തിൽ വിജയിക്കുന്നത് ചേരൻ ചെങ്കുട്ടവൻ തന്നെയാണ്. പക്ഷേ ഈ യുദ്ധത്തെക്കുറിച്ച് റോമൻ ചരിത്രകാരന്മാർ ഒന്നും തന്നെ എഴുതി വച്ചിട്ടില്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചരിത്രകാരന്മാർ ഇത് മനഃപൂർവ്വം രേഖപ്പെടുത്താതെ പോയതായിരിക്കാം. എന്തായാലും നമ്മുടെ പല പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ചേരൻ ചെങ്കുട്ടവൻ വലിയൊരു വിശ്വാസി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. തിരുച്ചെണ്ടൂരിൽ സ്ഥാപിച്ച മുരുക ക്ഷേത്രം അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ്. അതിനു പുറമെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള മംഗളദേവി ക്ഷേത്രം, അത് കണ്ണകി ക്ഷേത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഇല്ലം വെൺമാളിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അങ്ങനൊരു ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇല്ലം വെൺമാളിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഹിമാലയത്തിൽ നിന്നും ഒരു കല്ല് കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു ആ ക്ഷേത്രം നിർമ്മിക്കാൻ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഹിമാലയത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കടമ്പനാർ വഴി പോകേണ്ടതാണ്. എന്നാൽ കടമ്പന്മാർ അത് അനുവദിക്കുന്നതല്ല. ഇന്നത്തെ കർണാടക പ്രദേശത്താണ് കടമ്പന്മാരുടെ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അവരെ മുറിച്ചു കടന്ന് ഹിമാലയത്തിലേക്ക് പോകുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമുദ്രമാർഗത്തിലൂടെയാണ് ചേരൻ ചെങ്കുട്ടവൻ ഹിമാലയത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി മികച്ച ബോട്ടുകൾ തന്നെ നിർമ്മിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പടയുമായിട്ട് നേരെ പോകുന്നത് ഒഡീഷയിലേക്കാണ്. ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് മഗധ രാജ്യത്തെ ജനറലായിട്ടുള്ള സച്ചാരിയയാണ്. സച്ചാരിയ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെയും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രധാനമായിട്ടും വേണ്ടിയിരുന്നത് ബോട്ടുകളാണ്. കാരണം ഒരുപാട് നദികൾ മുറിച്ചു കടന്നാൽ മാത്രമേ അവർക്ക് ഹിമാലയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളൂ. ഇവിടെ നിന്നും ഹിമാലയത്തിലേക്കുള്ള യാത്ര എളുപ്പമുള്ള ഒരു യാത്രയൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ നിരവധി ഗ്രാമങ്ങളും ഗോത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഷ പോലും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കാതെ ഒരുപാട് യുദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ യുദ്ധങ്ങളിലൊക്കെ വിജയിക്കുന്നത് ചേരൻ ചെങ്കുട്ടവനാണ്. ഒടുവിൽ അദ്ദേഹം ഹിമാലയത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നും കല്ല് കരസ്ഥമാക്കി തിരികെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് മടങ്ങി പോവുകയായിരുന്നു. അവിടെ അങ്ങനെ മംഗളാദേവിയുടെ ശില പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചേരൻ ചെങ്കുട്ടവന് ശേഷമാണ് ഇരുമ്പുറൈ വിഭാഗം അധികാരത്തിൽ വരുന്നത്. പക്ഷേ അത് ചേര ഡൈനാസ്റ്റി തന്നെയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഉദയൻ ചേരലതൻ്റെ അതേ വംശത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളാണ്. നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് കൃത്യമായിട്ടും ഉറപ്പുവരുത്താൻ സാധ്യമായിട്ടില്ല. ആദ്യ ചക്രവർത്തിയായ ഉദയൻ ചേരലതിന് 2 ആൺമക്കളാണെന്ന് പറഞ്ഞല്ലോ. അതിലെ 2 ആൺമക്കളും പലപ്പോഴായിട്ട് അധികാരത്തിൽ വരുന്നുണ്ട്. പക്ഷേ നെടും ചേരലതിൻ്റെ അടുത്ത സന്തതികൾ മാത്രമാണ് പിന്നീടുള്ള രാജാക്കന്മാരായിട്ട് മാറുന്നത്. പാലിയൻ ചേൽക്കുഴി കുട്ടവന് ഒരു തവണ രാജാവാകാൻ സാധിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക്, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രാജാവാകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അങ്ങനൊരു വിഭാഗം അപ്പോഴും ആ രാജ്യത്തുണ്ടായിരുന്നു. ആ ആളുകൾ തന്നെയാണ് പിന്നീട് ഇരുമ്പുറൈ എന്ന പേരിൽ മറ്റൊരു ക്ലാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യവംശമായിട്ട് മാറുന്നത്. അത് രാജ്യവംശമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവരെല്ലാവരും ആദ്യത്തെ രാജാവിൻ്റെ സന്തതി പരമ്പരകളിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം മുതൽ വരുന്ന എല്ലാ രാജാക്കന്മാരുടെയും പേരിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഇരുമ്പുറൈ എന്നുള്ള ഒരു പേര് കൂടി വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ആദ്യത്തെ രാജാവാകുന്നത് അന്തുവൻ ചേരാൾ ഇരുമ്പുറയാണ്.
അദ്ദേഹത്തിന് ശേഷം വഴിലതൻ ഇരുമ്പുറൈ രാജാവാകുന്നുണ്ട്. വഴിലതൻ ജൈനമതത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു രാജാവാണ്. ജൈനന്മാരെ കൂടുതലായിട്ട് അവിടേക്ക് സ്വീകരിക്കുകയും ക്ഷണിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവർക്ക് ധാരാളമായിട്ട് ഭൂസ്വത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ജൈന ക്ഷേത്രങ്ങൾ പണിയാനൊക്കെ ഈ ഘട്ടത്തിൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വരുന്നത് പെരുംചേരലതനാണ്. പെരുംചേരലതൻ്റെ കാലഘട്ടത്തിൽ ചോളന്മാരുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. അതിൽ കനത്ത പരാജയം തന്നെയാണ് ചേരന്മാർക്ക് നേരിടേണ്ടി വരുന്നത്. അതിനുശേഷമാണ് മരുവാൻകോൽ ചേരലതൻ ഇരുമ്പുറൈ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഒന്നു ചേരുന്നുണ്ട്, ഒരൊറ്റ അലയൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരു കോമൺ ശത്രുവാണ്. പരിവാന്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കോമൺ ശത്രുവിനെ അവർ ഒന്നിച്ചാണ് നേരിടുന്നത്. പിന്നീടുണ്ടായിരിക്കുന്ന ഒരു വലിയ കാലയളവ് ശരിക്കും ഡാർക്ക് ഏജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല. ചില ഗവേഷകരൊക്കെ പറയുന്നത് 300 BC മുതൽ 600 AD അല്ലെങ്കിൽ 600 CE വരെയുള്ള കാലഘട്ടത്തിൽ കളഭ വിഭാഗമാണ് ഇവിടെ ഭരിച്ചിരുന്നതെന്നാണ്. ശക്തമായിട്ടുള്ള യുദ്ധങ്ങളെ തുടർന്ന് ചേരന്മാർ വലിയ രീതിയിൽ ക്ഷയിച്ചു പോയി, പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് കൊള്ളക്കാർ അവിടെ ഭരിക്കാൻ തുടങ്ങി. അതാണ് ഈ കളഭ ഇറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊള്ളക്കാർ തന്നെ ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള സാഹിത്യ സൃഷ്ടികളൊന്നും ഉണ്ടാകുന്നില്ല, ചരിത്ര രേഖകളൊന്നും തന്നെ സൃഷ്ടിക്കപ്പെടുന്നുമില്ല. അത് വലിയൊരു കാലയളവ് തന്നെയായിരുന്നു. ചില ആളുകൾ പറയുന്നത് ബുദ്ധ ജൈന മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇങ്ങനെ കൊള്ളക്കാരായിട്ട് മാറിയതെന്നാണ്. പക്ഷേ അത് നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ സാധിക്കുമെന്ന് അറിയുകയില്ല. എന്തായാലും ആ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും ചേര ഡൈനാസ്റ്റി വരുന്നുണ്ട്. ആ ചേര ഡൈനാസ്റ്റിയാണ് നമ്മൾ രണ്ടാം ചേര ഡൈനാസ്റ്റി എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ആ ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ രാജാവാണ് കുലശേഖര വർമ്മ അല്ലെങ്കിൽ കുലശേഖര പെരുമാൾ. മഹോദയപുരം, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയാണ് അവർ ഭരണം ആരംഭിക്കുന്നത്. AD 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ 13 പെരുമാൾ രാജാക്കന്മാരാണ് ഈ പ്രദേശം ഭരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ചേര ഡൈനാസ്റ്റി വളരെ ചെറിയൊരു ഡൈനാസ്റ്റി മാത്രമായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ചേര ഡൈനാസ്റ്റി വളരെ വിപുലമായിട്ടുള്ള, നമ്മുടെ ഇന്നത്തെ കേരളത്തേക്കാൾ വലിപ്പമുള്ള ഒരു വലിയ പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ഭാഗമായിട്ട് മാറുകയാണ്. അതിൻ്റെ ദക്ഷിണ ഭാഗത്തായിട്ട് ആയി ഡൈനാസ്റ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ പമ്പാ നദി മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള ഭാഗമായിരുന്നു ആയ ഡൈനാസ്റ്റിയിൽ വരുന്നത്. ചേര ഡൈനാസ്റ്റിയുടെ ഉത്തരഭാഗത്തായിട്ട് ഏഴിമല ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മുഷിക ഡൈനാസ്റ്റിയും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും ചോളന്മാർ അതിശക്തർ തന്നെ ആയിരുന്നു. പാണ്ഡ്യന്മാരുമായിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. മിക്കപ്പോഴും പരാജയം പാണ്ഡ്യ രാജാക്കന്മാർക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ കാലയളവിൽ തന്നെയാണ് ചൈനക്കാരുമായിട്ട് നമ്മൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നത്. അത് വലിയൊരു ബന്ധം തന്നെയായിരുന്നു. ഇന്ന് പോലും നമ്മൾ ചൈനീസ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയാണ്. പല വസ്തുക്കൾക്കും നമ്മൾ ഇന്ന് ചീന എന്ന പേര് കൂടി ചേർത്തിട്ട് അഭിസംബോധന ചെയ്യാറുണ്ട്. ചീന വലയും ചീനച്ചട്ടിയും ഒക്കെ അതിൻ്റെ മികച്ച ഉദാഹരണങ്ങൾ തന്നെയാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് മലയാള ഭാഷ ഉണ്ടായി വരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 800 AD മുതൽ 900 AD വരെയുള്ള കാലയളവിലാണ് ഈ മലയാള ഭാഷയുടെ ഉദയം ഉണ്ടാകുന്നത്. അത് ഒരൊറ്റ ഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു ഭാഷയല്ല, കുറേയധികം വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വന്ന ഒരു ഭാഷയാണ്. പെരുമാൾമാർ രാജ്യത്തെ കൃത്യമായിട്ട് ഭരിക്കാനായിട്ട് പല നാടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ഓരോ നാടും ഭരിക്കുന്നത് നാടുവാഴികൾ എന്ന സ്ഥാനപ്പേരുള്ള വ്യക്തികളാണ്. നാടുകൾ പിന്നെയും ദേശമായിട്ട് വിഭജിക്കുകയാണ്. ഓരോ ദേശത്തിൻ്റെയും അധികാരികൾ ദേശവാഴികളാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തു വന്ന ദേശം പിന്നെയും വിഭജിച്ച് കരയാക്കി മാറ്റുകയാണ്. കരയാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം. കര ഭരിക്കുന്നത് പഞ്ചായത്താണ്, അതൊരു വ്യക്തിയല്ല, അതൊരു കൂട്ടം ആളുകളാണ്. രണ്ടാം ചേര ഡൈനാസ്റ്റിയുടെ ഏറ്റവും തെക്കു ഭാഗത്തുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നാടായിരുന്നു വേണാട്. ഈ വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലമാണ്. പക്ഷേ അവിടെ നമുക്കൊരു ചെറിയ പെശക് കാണാൻ സാധിക്കും. ടോളമി എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പമ്പ മുതൽ തെക്കോട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും ആയി ഡൈനാസ്റ്റിയുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മറ്റ് ചില ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊല്ലം വരെ വരുന്ന ഭാഗങ്ങൾ അത് വേണാടിൻ്റെ ഭാഗമാണ്, അതായത് അത് ചേര ഡൈനാസ്റ്റിയുടെ ഭാഗമാണ്. നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഘട്ടത്തിൽ പമ്പ മുതലുള്ള കന്യാകുമാരി വരെയുള്ള ഭാഗം ആയി ഡൈനാസ്റ്റിയുടെ തന്നെ ആയിരുന്നു. എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ ചേരനാട് ആ പ്രദേശങ്ങൾ കീഴടക്കി കൊല്ലം വരെ എത്തിച്ചേരുകയുണ്ടായി. അത് നമുക്ക് അനുമാനിക്കാൻ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ശാസ്ത്ര രേഖകളും നമ്മുടെ പക്കലില്ല. കൃത്യമായിട്ട് ടാക്സ് ഏർപ്പാടാക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടി തന്നെ ആയിരുന്നു.
ഭൂസ്വത്തുക്കളുടെ അടിസ്ഥാനത്തിൽ പദവാരം എന്ന രീതിയിൽ ഒരു ടാക്സ് പിരിച്ചെടുക്കുമായിരുന്നു. അതുപോലെ തളയിക്കാണമുണ്ട്. അത് തെങ്ങ് കയറി കള്ള് ചെത്തുന്ന ആളുകൾ അടയ്ക്കേണ്ട ടാക്സാണ്. ഏണിക്കാണം, ഏണി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ, അതായത് ഏണി ഉപയോഗിച്ച് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറി എന്തെങ്കിലും ഫലം സമ്പാദിക്കുന്ന ആളുകൾ അടയ്ക്കേണ്ട ടാക്സാണ്. മേനിപ്പൊന്ന് ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ധരിക്കുന്ന സ്വർണത്തിന് കൊടുക്കേണ്ട ടാക്സാണ്. അതുപോലെ ആൾക്കാശുണ്ട്. അടിമക്കച്ചവടവും അടിമകളുമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അടിമകൾ ഉള്ള ആളുകൾ അതിന് ടാക്സ് അടയ്ക്കണം. ആ ടാക്സിൻ്റെ പേരാണ് ആൾക്കാശ്. രണ്ടാം ചേര ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ രാജാവായ കുലശേഖര പെരുമാൾ 20 വർഷക്കാലമാണ് അധികാരത്തിലിരുന്നത്. അദ്ദേഹത്തിന് ശേഷം പിന്നെ അധികാരത്തിൽ വരുന്നത് രാജശേഖര വർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്. ശങ്കരാചാര്യർ കാലടിയിൽ ജനിക്കുന്നതും ഇതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. പിന്നീട് 844 AD മൂന്നാമത്തെ രാജാവ് അധികാരത്തിലേക്ക് വരുന്നു. സ്ഥാണു രവിവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നാലാമത്തെ രാജാവായിട്ട് 885 AD രാമവർമ്മ അധികാരത്തിൽ വരുന്നുണ്ട്. രാമവർമ്മയാണ് കലയ്ക്കും സാഹിത്യത്തിനുമൊക്കെ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കവികൾക്ക് വലിയ രീതിയിൽ പണം കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അവരെയൊക്കെ അംഗങ്ങളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ചോളന്മാരുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കാനായിട്ട് രാമവർമ്മ അദ്ദേഹത്തിൻ്റെ മകളെ ആദിത്യ ചോളൻ്റെ മകനായിട്ടുള്ള പരന്തകന് വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനെ തുടർന്ന് സമാധാനകരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് പിന്നീടുണ്ടായത്. പക്ഷേ അതിന് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. 917 AD രാമവർമ്മയുടെ മകനായിട്ടുള്ള ഗോദ രവിവർമ്മൻ അധികാരത്തിൽ വരികയാണ്. ആ കാലഘട്ടത്തിൽ ചോള രാജാവായ പരന്തകൻ പാണ്ഡ്യ രാജാവായ മഗവർമ്മ രാജസിംഹനെ ആക്രമിക്കുന്നുണ്ട്. രാജസിംഹന് കടുത്ത പരാജയം തന്നെയാണ് നേരിടേണ്ടി വന്നത്. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ചേര രാജ്യത്തിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. ചേര രാജാവ് അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയും ചെയ്തു. ഇത് ചോളന്മാരെ വലിയ രീതിയിൽ തന്നെയാണ് ചൊടിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ചോളന്മാർ അല്ലെങ്കിൽ ചോഴന്മാരുടെ പ്രിയപ്പെട്ട ഒരു രാജ്യമായിട്ട് ആ കാലഘട്ടത്തിൽ ചേരന്മാർ മാറിയിരുന്നു. ഈ പറയുന്ന പരന്തകൻ രാജാവ് ശരിക്കും പറഞ്ഞാൽ ചേര രാജാവിൻ്റെ ഒരു മരുമകനാണല്ലോ. എന്തായാലും ആ കാലഘട്ടത്തിൽ തന്നെ സ്വന്തം മരുമകൻ്റെ ആക്രമണവും ചേര രാജ്യം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ചേര രാജ്യം തകരുന്നില്ല. പക്ഷേ വലിയൊരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് പരന്തകന് ശേഷം വന്ന രാജാവിലൂടെയാണ്. രാജരാജ ചോളനാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള ചോള രാജാവാണ്. അദ്ദേഹം 15 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് ചേര രാജാക്കന്മാരുമായിട്ട് നടത്തിയത്. കനത്ത പരാജയം തന്നെയാണ് അതിലൂടെ ചേര രാജാക്കന്മാർക്കുണ്ടായത്. യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ കളന്തൂർ സർവകലാശാല നശിപ്പിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ രാജരാജ ചോളൻ നേരിട്ട് തന്നെയാണ് പങ്കെടുത്തത്. ആ വിജയത്തിന് ശേഷം അദ്ദേഹം മടങ്ങി ചോള രാജ്യത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ യുദ്ധം അതുകൊണ്ടൊന്നും അവസാനിക്കുകയായിരുന്നില്ല. 15 വർഷത്തോളം ആ യുദ്ധം തുടർന്നു പോയി. അത് ശരിക്കും പറഞ്ഞാൽ ചേര രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ അസ്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ സംസ്കാരത്തിലും ഭാഷയിലും ഒക്കെ തന്നെയും ആ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. 15 വർഷം നീണ്ടു നിന്ന ആ യുദ്ധം നൂറ്റാണ്ട് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ സമയത്ത് രാജാവ് ഗോദവർമ്മനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ഭാസ്കര രവിവർമ്മയായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലൊന്നും ചോളന്മാർക്ക് ചേരന്മാരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ സാധ്യമാകുന്നില്ല. അതിൻ്റെ കാരണം ചേര രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ്. നിരവധി പുഴകളുണ്ട്, വലിയ വലിയ കായലുകളുണ്ട്. ഇന്നത്തെ പോലെ പാലങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കായൽ കടന്ന് അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശം കീഴ്പ്പെടുത്തുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്ന ചേര രാജാക്കന്മാർക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ഒളിച്ചു കഴിയാൻ സാധിക്കുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ തന്നെ ചേര രാജ്യത്തെ വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ രാജരാജവർമ്മ മാറ്റുന്നുണ്ട്. അതിൻ്റെ മികച്ചൊരു ഉദാഹരണം കന്യാകുമാരിയാണ്. കന്യാകുമാരിയുടെ പേര് രാജരാജേശ്വരം എന്നാക്കി മാറ്റുകയാണ്. രാജരാജ ചോളന് ശേഷം രാജേന്ദ്ര ചോളൻ അധികാരത്തിൽ വരുന്നുണ്ട്. അദ്ദേഹവും ചേര രാജ്യവുമായിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെയാണ് ചെയ്തത്. ഈ യുദ്ധത്തിലൂടെയൊക്കെ തന്നെയും ചേര രാജ്യം ശരിക്കും തകർന്നു പോവുകയാണ് ഉണ്ടായത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും സാധ്യമാകുന്നില്ല. അവരുടെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഇന്നത്തെ കൊടുങ്ങല്ലൂരായിട്ടുള്ള മഗധ, ആ മഗധ പൂർണ്ണമായിട്ടും കത്തിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേര രാജാക്കന്മാരും ബന്ധുക്കളും ഒക്കെ തന്നെയും അവിടെ നിന്നും പലായനം ചെയ്ത് ചേര രാജ്യത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്തായിട്ടുള്ള വേണാടിലേക്ക് പോവുകയാണ്. വേണാടെന്ന് പറയുമ്പോൾ ഇന്നത്തെ
കൊല്ലം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. കൊല്ലമായിരുന്നു അന്നത്തെ വേണാടിൻ്റെ തലസ്ഥാനം. അങ്ങനെ കൊല്ലത്ത് എത്തിച്ചേരുകയാണ്. ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അന്നത്തെ ചേര രാജാവ് രാമവർമ്മ കുലശേഖരനായിരുന്നു. ഇതിൻ്റെ എല്ലാം പ്രതികാരം എന്ന വണ്ണം രാമവർമ്മ കുലശേഖരൻ ഒരു ചാവർ പടയെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലൂടെ ചോളന്മാർക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അവരിവിടെ നിന്നും പലായനം ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് ചേരന്മാർക്ക് ഒരു രാജാവായിട്ടും ഈ പ്രദേശം ഒരു രാജ്യമായിട്ടും മാറ്റിയെടുക്കാൻ സാധ്യമായില്ല. അവരത്രത്തോളം ക്ഷയിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവശേഷിച്ചത് നാടുകൾ മാത്രമാണ്. ആ നാടുകളൊക്കെയും ഭരിക്കുന്നത് നാട്ടുവാഴികളാണ്. നാട്ടുവാഴികൾ കനത്ത ടാക്സ് തന്നെ എല്ലാവരിലും ഏർപ്പെടുത്താൻ തുടങ്ങി. കാരണം യുദ്ധം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെയും കയ്യിലുള്ള ഭൂസ്വത്തിന് അനുപാതികമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതാണ്. എല്ലാ ആളുകൾക്കും ധാരാളമായിട്ട് അന്ന് ഭൂസ്വത്തുണ്ടായിരുന്നു. കാരണം ജനസംഖ്യ വളരെയധികം കുറവാണ്, പക്ഷേ വളരെ വിസ്താരമുള്ള ഒരു പ്രദേശവുമാണ്. ആർക്കും ഒരു സ്ഥലവും ഇല്ലാതെ ഇരിക്കാൻ ഒരു വകുപ്പുമില്ല. കാരണം നാടുവാഴികൾ അവരുടെ സ്ഥലങ്ങളൊക്കെ തന്നെയും ആളുകൾക്ക് കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് പോലും വിധിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അതിനെല്ലാം ടാക്സ് അടയ്ക്കണം. കാരണം ഈ നാട്ടുവാഴികൾക്ക് അവരുടെ സ്ഥലങ്ങളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. അവിടെയൊക്കെ കൃഷി നടത്തണം. ആ കൃഷിയിലൂടെ ധാന്യമണികൾ വിളവെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്ക് ഷെയറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കിട്ടുന്ന ആളുകൾ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. കയ്യിൽ വെക്കുന്നത് വലിയ അപകടമാണ്. കാരണം അവിടെ കൃഷി ചെയ്യണം. അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. വലിയൊരു ഭൂഭാഗത്ത് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. വലിയൊരു ഭൂഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കരമാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവരൊരു കുറുക്കുവഴി കണ്ടെത്തി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ സ്ഥലങ്ങളൊക്കെ തന്നെയും ക്ഷേത്രങ്ങൾക്ക് എഴുതി കൊടുത്തു. കാരണം ക്ഷേത്രങ്ങളുടെ മേൽ ടാക്സ് ഏർപ്പാടാക്കാൻ സാധിക്കുന്നതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ചുമതല ഉണ്ടായിരുന്നത് ബ്രാഹ്മണന്മാർക്കാണ്. ബ്രാഹ്മണന്മാർ ഈ സ്ഥലങ്ങളെല്ലാം അവരുടേതാക്കി മാറ്റുകയാണ്. പിന്നീട് കൃഷി ചെയ്യാനായിട്ട് സ്ഥലം വേണമല്ലോ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൃഷി ചെയ്യാനായിട്ട് ആ സ്ഥലങ്ങൾ വീതം വെച്ച് കൊടുക്കുകയാണ്. പക്ഷെ സ്വന്തമായിട്ടല്ല കൊടുക്കുന്നത്. കൃഷി ചെയ്തിട്ട് അതിൻ്റെ വലിയൊരു പങ്ക് ഇവർക്ക് കൊടുക്കണം. കൃഷി ചെയ്ത ആളുകൾക്ക് ചെറിയൊരു പങ്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് ജന്മിത്തത്തിൻ്റെ തുടക്കമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രം തന്നെ പൊളിച്ചെഴുതിയ ജന്മിത്തം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നൂറ്റാണ്ട് യുദ്ധം തന്നെയായിരുന്നു. ചോളന്മാർ അതിൽ വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നാടുകൾ മാത്രമാണുള്ളത്. രാജാവ് എന്ന ഒരു സങ്കല്പം ഈ ഘട്ടത്തിലില്ല. നാടുകൾ ഭരിക്കുന്നത് നാടുവാഴികളാണ്. എല്ലാവരേക്കാൾ ശക്തരായിട്ട് ബ്രാഹ്മണന്മാരായിട്ടുള്ള ജന്മികളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാടത്ത് പണി ചെയ്യുക ഉള്ള ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള വേതനമാണ് ലഭ്യമാകുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകുന്നുണ്ട്. ഒരു വലിയ രാജ്യത്തിൻ്റെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അത് തിരുവിതാംകൂർ എന്ന ഒരു രാജ്യമാണ്. എങ്ങനെയാണ് തിരുവിതാംകൂർ എന്ന രാജ്യം ഉണ്ടായത്? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ആദ്യത്തെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മ എന്തൊക്കെ രീതിയിലുള്ള യുദ്ധങ്ങളിലാണ് ഏർപ്പെട്ടത്? വലിയൊരു ചരിത്രം തന്നെയാണ്. കേരള ചരിത്രത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലൂടെ ആ ഭാഗങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക.